നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രത്തോളം ട്രെയിനിങ്സ് എങ്കിലും കുഞ്ഞിപ്പെണ്ണ് വേണം. ഈ മിഷനാണ് കേട്ടോ, ഇതാണ് സാധനം. രക്ഷപ്പെടാൻ വേണ്ടി പോവുക. അപ്പൊ അവിടെയൊക്കെ ഉമ്മ വെച്ച് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞിപ്പെണ്ണ്. ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, കുഞ്ഞിപ്പെണ്ണ് എണീച്ചിട്ട് രാവിലെ പരിപാടി കണ്ടോ? കുഞ്ഞിപ്പെണ്ണ് കൈയൊക്കെ കുത്തിയിട്ട് ഇങ്ങനെ എണീച്ച് നോക്കാനായിട്ടോ. എണീച്ച് മെല്ലെ മെല്ലെ കൈ കുത്തി തല ഉയർത്തി ഇങ്ങനെ നോക്കും. കണ്ടോ കേട്ടോ, മൂക്ക് പഞ്ചറായി പുള്ളിന്റെ മൂക്ക് പഞ്ചറായേ. കുഞ്ഞിപ്പെണ്ണി ഇപ്പൊ ഇതായിട്ട് പരിപാടി. അപ്പൊ കൂട്ടുകാരെ, രാത്രി ഇന്നലെ കള്ളൻ വന്നില്ല. കള്ളനെ നമ്മൾ നോക്കി കുറെ നേരം നോക്കി, പക്ഷെ അയാള് വന്നില്ല. എനിക്ക് തോന്നുന്നത് അയാള് ശ്രമം പരാജയപ്പെട്ട് പകല് വന്നപ്പോ നമ്മൾ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായത് കാരണം രാത്രി വരാത്തയാന്ന എനിക്ക് എന്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ അയാൾ അന്ന് മറ്റേ പൊട്ടിക്കാൻ നോക്കിയിട്ട് നടക്കാത്തതുകൊണ്ട് ശ്രമം പരാജയപ്പെട്ടതുകൊണ്ട് ഉപേക്ഷിച്ചു പോയതായിരിക്കും അല്ലേപ്പാ. അപ്പൊ ഇന്നലെ രാത്രി അങ്ങനെ കുറെ നേരം നമ്മൾ നോക്കിയിരുന്നായിരുന്നു കേട്ടോ. കണ്ണിന് എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കല്ലേ. എന്താ വരാത്തെ? കള്ളൻ എവിടെ പോയിപ്പാ? കള്ളനില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പൊ അങ്ങനെ ഞങ്ങൾ കുറെ നോക്കിയിരുന്നു. എന്തായാലും നമ്മുടെ ശ്രമം പരാജയപ്പെട്ടു. പക്ഷെ കള്ളൻ വന്നായിരുന്നു, നിങ്ങളെയും കാണിച്ചു തരായിരുന്നു കള്ളന്. അതാണ് ഞങ്ങളിങ്ങനെ ക്യാമറ ശരിയാക്കി സെറ്റാക്കി ഫോണൊക്കെ ചാർജ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ. എന്ത് ചെയ്യാനാ, കള്ളം വന്നില്ല. കള്ളനെ പാടി പോയി. അപ്പൊ എന്തായാലും കള്ളം പോട്ടെ, ഇടിച്ച് ശരിയാക്കിയാലേ. പോർക്കൊക്കെ തന്ന പൊന്നിയാ പവറിലല്ലേ. പിന്നെ ഞങ്ങള് പാസ്പോർട്ട് വരുന്നുണ്ടോ എന്താ അതിന്റെ അപ്ഡേഷൻ എന്ന് വിചാരിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം കാരവാന്റെ എല്ലാവരും ഇങ്ങനെ മാറ്റിയിടും നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാല്, നമുക്ക് വേറെ സ്ഥലത്തേക്ക് മാറി പോണെങ്കിൽ തന്നെ നമുക്ക് പാസ്പോർട്ട് ഇവിടെ അടുത്തേക്ക് വരുന്നത്. വേറെ സ്ഥലം എന്ന് വെച്ചാൽ ഇവിടെ അടുത്ത് നമുക്ക് വേറെ സ്ഥലം കിട്ടാനില്ല. അത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയിട്ട് ഒപ്പിട്ട് മേടിക്കണം. ഒപ്പിട്ട് വാങ്ങല്ലോ, നമ്മള് പോയി വാങ്ങണം അവിടെ പോയിട്ട്. ഇത് പാസ്പോർട്ടൊക്കെ ആയത് കാരണം നമ്മള് ഒരാളുടെ കയ്യിലേ തരുള്ളൂ അവര്. അപ്പൊ അതുകൊണ്ട് ആണ് നമ്മൾ ഇവിടെ തന്നെ നിക്കുന്നത് കേട്ടോ. ഉടനെയൊക്കെ തന്നെ പറഞ്ഞോട്ടെ, ഉടനെ തന്നെ കിട്ടുമെന്നുള്ള ഇടിക്കുന്നു. നക്കി തുപ്പ് നീന്നൊക്കെ കാണിക്കുന്നേ. അടി വേണോ? അടി വേണോ നിനക്ക്? എന്താട്ടോ അടിക്കുന്ന എന്റെ കൊച്ചിനെ? മഴയാവോ? അടി വേണോ നിനക്ക്? രണ്ടെണ്ണം. കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ ഇങ്ങനെ കേട്ടോ, രണ്ടുപേരുടെ ഇടയിൽ കയറി ഇരിക്കുന്നിട്ട് രണ്ടുപേരും നല്ല പൊരിഞ്ഞു തുപ്പും പിച്ചും നക്കും കടിക്കും. വർത്താനം പറയാൻ തുടങ്ങിയ പിന്നെ നിർത്തത്തുമില്ല. വർത്താനം പറഞ്ഞ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കട്ടോ. എന്തൊക്കെയാണോ കണ്ണിട്ട് ഇടി കിട്ടി. പിടിക്കട്ടെ ഞെക്കട്ടെ. എനിക്ക് കൊടുത്താളാ രണ്ട് കൈയും കൂടെ കുത്തിക്കരുന്നത്. കൂട്ടുകാരോട് വർത്താനം പറഞ്ഞു കൂട്ടുകാര് കാണുന്നുണ്ട് കേട്ടോ, കുറുമ്പൊക്കെ കാണിക്കുന്നേ. ഞാൻ ശരിയാക്കി തരാം. ഉഡായിപ്പ് എന്ന് വെച്ചാണല്ലോ, ഉഡായിപ്പിന് ഉഡായിപ്പെന്നൊക്കെ വെച്ചാല് അല്ലാന്നോ? എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര വർത്താനാട്ടോ. നല്ല കോമഡി ആയി പോയി. ഞങ്ങൾ എന്തായാലും കാര്യമായിട്ട് പറയുമ്പോഴായിരിക്കും അവള് ഇച്ച പറയുമ്പോഴേക്കും സീരിയസ് ആയിട്ട് ഇച്ച എന്നെ ചീത്ത പറയുമ്പോ ഞാൻ എന്തേലും പൊന്നൊരു വഴക്ക് പറയുമ്പോഴായിരിക്കും കുഞ്ഞിപ്പെണ്ണേ എന്നൊക്കെ പറയുന്നത്. ചൂളിപ്പോകും നിന്നെ തന്നെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം മൊത്തം നമ്മുടെ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ തന്നെയാണ് കൂട്ടുകാരെ. നമുക്ക് ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ല, നമ്മൾ പുറത്തു പോകുന്നില്ല. അപ്പൊ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ ഇനി നിന്റെ കൂടെ തന്നെയാണ് ഞങ്ങൾ. മനസ്സിലായോ? വർത്താനം കാണിച്ചു തരാട്ടോ. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ കൂട്ടുകാരോട് പറഞ്ഞു നിർത്തോ. കൂട്ടുകാരോട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷായി. ഇപ്പൊ സംഭവം എന്താ വെച്ചാൽ കുഞ്ഞിപ്പെണ്ണ് ഇപ്പൊ നമ്മളെ ശരിക്കും മനസ്സിലാക്കി തുടങ്ങി. അതായത് നമ്മൾ തന്നെയാണ് കുഞ്ഞിപ്പെണ്ണിന്റെ
പാരന്റ്സ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. വേറെ ആൾക്കാരുടെ കൂടെ പോകുമ്പോഴൊക്കെ കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. പോകുമ്പോഴേക്കും ചവിട്ടും കുത്തും ഒരു അൺകംഫർട്ടബിൾ ഒക്കെ. അൺകംഫർട്ടബിൾ അങ്ങനെയല്ലേ കുഞ്ഞിപ്പെണ്ണ് വേറൊരാൾ എടുത്തു എന്ന് ചോദിച്ചു. കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ ഇഷ്ടമായിട്ട് ഒരാള് കുഞ്ഞിപ്പെണ്ണിനെ എടുത്തു കേട്ടോ. അപ്പൊ എന്നോട് ചോദിച്ചു എടുത്തോട്ടെ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എടുത്തപ്പോഴത്തേക്കും കുഞ്ഞിപ്പെണ്ണിന്റെ മുഖം എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ ഒറ്റ കാർച്ച എന്നാ ആദ്യം ഇങ്ങനെ അങ്ങനെ വിതുമ്പോന്നല്ല ഒറ്റ നോട്ടം അങ്ങനെയല്ലോ. എങ്ങനെയാ? അങ്ങനെ തന്നെ അങ്ങനെ വിഷമം വരിക. കുഞ്ഞിനെ അങ്ങനെ വിഷമം വരിക കാണിക്ക്. സങ്കടം വരുന്നത് എങ്ങനെയാ? സങ്കടം വരിക എങ്ങനെയാ? ഇങ്ങനെ ഓടിച്ചാണ്. ഈ ഓട്ടം ഇന്ത്യയിലേക്ക് ഓടിയ നിനക്ക് പാസ്പോർട്ട് ഇല്ലാണ്ട് ഓടാം. കുറെ ആൾക്കാർ ചോദിച്ചായിരുന്നു കുഞ്ഞിപ്പെണ്ണിന്റെ കാലിൽ എന്തിനാണ് ഈ ചരട് കിട്ടുന്നതെന്ന് ചോദിച്ചായിരുന്നു. നമ്മള് കാര്യം പറഞ്ഞാ നമ്മൾ ഈ ചരട് കിട്ടിയതിന്റെ പിന്നിൽ ഒരർത്ഥവും ഇല്ല കേട്ടോ. അതിന്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല. നമ്മളോട് നമ്മുടെ തമിഴ് ഫാമിലിയിലെ ഒരു കൂട്ടുകാർ പറഞ്ഞു, നമ്മുടെ ഫാമിലിയിൽ തന്നെ തമിഴ് ഫാമിലിയിലെ ഒരു കൂട്ടുകാർ പറഞ്ഞു, അക്ക കാലിൽ ഇങ്ങനെ ചരട് കെട്ടി കൊടുക്കുന്ന പിന്നെ ഇങ്ങനെ എന്താ കയ്യില് പൊട്ട് തൊട്ട് കൊടുക്കുന്നൊക്കെ എന്താ ദൃഷ്ടിയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ 28 അരയെ കെട്ടിയപ്പോ ഞാൻ നോക്കുമ്പോ എനിക്ക് കെട്ടാൻ തന്നില്ല. ഞാൻ കാലില് കെട്ടാൻ പറഞ്ഞു. കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് കാലാണ് രസമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കാലിൽ തന്നെ ഇട്ടേക്കുന്നത് കേട്ടോ. പക്ഷെ പല ആൾക്കാരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത്. നമ്മള് അങ്ങനെ അഭിപ്രായം നമ്മളങ്ങനെ ഒരു ഇതായിട്ട് ഇതാക്കുന്നില്ല. കാണാൻ ഒരു ഭംഗിയുണ്ട്. അപ്പൊ ആ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് കെട്ടിയത് മാത്രമാണ് കേട്ടോ. തൃപ്തിയോ? അങ്ങനെ വേണം. ഗുഡ് ഗേൾ. അപ്പയ്ക്ക് കൊടുക്കുഞ്ഞോ? ഗുഡ് ഗേൾ. അപ്പയ്ക്ക് തുപ്പൂല. നമ്മള് ഭയങ്കര അപ്പപ്രേമിയാ. വയസ്സക്കുമ്പോ മാത്രം അമ്മേനെ വേണം. എല്ലാ പിള്ളേരും അങ്ങനെയാ. എടി പുറത്ത് നീ ഒച്ച കേട്ടോ? മറ്റേ വണ്ടി വരുന്നുണ്ട് തോന്നുന്നു അവിടെ ഹാർവെസ്റ്റ് ചെയ്യുന്നേ. അത് ഇച്ച കണ്ടില്ല. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ? കാണിച്ചു തരാം. ഇവിടെ പുറത്തുണ്ടല്ലോ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണിച്ചു തരാം. ഹാർവെസ്റ്റ് ചെയ്യോ? നമ്മുടെ ഇവിടെ അന്ന് എന്തൊക്കെയോ ഉണ്ടായിരുന്നില്ലേ, കടുകിന്റെ എന്തൊക്കെ സാധനങ്ങളൊക്കെ, അതൊക്കെ ഹാർവെസ്റ്റ് ചെയ്യുവാട്ടോ. മൊത്തം എടുക്കുവാണ്. അത് ആ വലിയ മെഷീനും കൊണ്ട് എടുക്കുന്നത്. നമ്മുടെ ബുൾഡോസർ പോലെ വണ്ടി കണ്ടില്ലേ ഇത് കൂടെ പോകുന്നത്, അങ്ങനത്തെ മെഷീനും കൊണ്ടായിട്ട് എടുക്കുന്നത്. ഫ്രണ്ടിൽ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് അതിങ്ങനെ പിഴുതെടുക്കും, കട്ട് ചെയ്തെടുക്കും. കാണിച്ചു തരാം. കണ്ടോ ആ മെഷീൻ്റെ ഫ്രണ്ടിലുള്ള സാധനം കണ്ടോ ഇങ്ങനെ കറങ്ങുന്നേ? അതുകൊണ്ട് ഇങ്ങനെ ഈ കാണുന്ന എന്താണ് ഇത് കുറുന്തോട്ടി പോലെയായിട്ട് ഇരിക്കുന്നത് ഈ കടുകിൻ്റെ ഇത്. അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കും കേട്ടോ. നോക്കിയോ, അത് ഈ കട്ടായി കഴിയുമ്പോൾ അതിൻ്റെ പുറകെ കൂടെ പൊടി പോകുന്നതുണ്ടോ? കുറേ ഇങ്ങനെ ചെതറി പോകുന്നതുണ്ടോ? നോക്ക്, കട്ട് ചെയ്ത് ആ കാട് മൊത്തം, കാടല്ല കടുക് മൊത്തം, അതിൻ്റെ ഉള്ളിൽ കടുക് തന്നെയാന്ന് തോന്നുന്നു കേട്ടോ. മൊത്തം കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. അത്രയേ ഉള്ളൂ സംഭവം, സിമ്പിൾ. അതിന് പുറകെ കൂടെ പോകുന്നു നോക്ക്. ഈ മെഷീനാണ് കേട്ടോ, ഇതാണ് സാധനം. ആ ഡ്രൈവർ നോക്കുന്നുണ്ട് കണ്ടോ. ആ പുറകിലെ കമ്പിയിൽ കൂടെ ആട്ടോ അതിൻ്റെ വേസ്റ്റ് പോവുക. നമുക്ക് നോക്കാം ഇപ്പം എന്താ സംഭവിക്കുന്നത്. ഇപ്പം ഇവിടെ നിന്ന് എടുക്കുക. കണ്ടോ അതിൻ്റെ പുറകെ കൂടെ ഇത് പോകുന്നതാണ്ടോ, വേസ്റ്റ് പോകുന്നതാണ്ടോ. ഇങ്ങനെ പൊടിയായിട്ട് ചെതറി പോവാണ് കേട്ടോ. അല്ലേ ഇവിടെ അപ്പം ഇങ്ങനത്തെ മിഷൻസ് ആണ് ഇങ്ങനത്തെ പണി എല്ലാം ചെയ്യുക. ഹാർവെസ്റ്റ് ചെയ്യുക. ഇവിടെ ഇങ്ങനെ പരന്ന് നടക്കുമല്ലോ ഇങ്ങനെ സ്ഥലങ്ങൾ. അപ്പം ഇങ്ങനെ വണ്ടി കൊണ്ട് പോയിട്ട് പടപടയിൽ പണി തീർക്കും. അങ്ങനെ ഇവിടെ എല്ലാ പണിയും നടക്കുന്നത് കേട്ടോ. പൊന്നു കേട്ടോ ഒളിച്ചിരുന്ന് നോക്കുന്നതിനുള്ളില്. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇങ്ങനത്തെ സാധനം കാണുന്നത്. എഞ്ചു ചെയ്യുമേ അപ്പനെ പോയി ഞെറ്റിപ്പോയാണ് ഷാനിനെ ഓർത്തിട്ട്. പെണ്ണിനെ കാണിച്ചു കൊടുത്തു. അവക്ക് കാണിച്ചു കൊടുത്തു. എണീച്ചായിരുന്നു വെച്ചപ്പോ ഐശേജി കാണുന്നില്ലല്ലോ. അപ്പൊ ഇതിൽ കൂടെ കാണാട്ടോ. ആ മെഷീൻ അങ്ങനെ എത്തി. അത് എമ്മ ഇതായിട്ടാന്നറിയോ എടുത്തോണ്ട് പോകുന്നേ, കട്ടിക്കൊണ്ട് പോകുന്നേ നല്ല സ്പീഡില്. ഇത്രേ ഉള്ളു പണി. അതിന്റെ എന്താ പറയാ ഉമിയില്ലേ, ഉമി വേർതിരിച്ച് ആ സാധനം മാത്രമാണ് അത് എടുക്കുന്നത്. അത് പൊടിയായി പോവാ. എമ്മല്ലേ എന്നെ കഴിവാലേ. പൊടിയായത് കാരണം ഞാൻ പുറത്തേക്ക് വരാത്ത കുഞ്ഞുനെയും കൊണ്ടേ. കുഞ്ഞാ നമുക്ക് ഇവള് ഉമ്മ വെച്ച് വെറുപ്പിച്ചാലോ? ഉമ്മ വെച്ച് വെറുപ്പിക്കാനോ?
റെഡി 1 2 3 അവിടെ നിന്ന് നീ ഉമ്മ കൊടുത്ത് ഇവിടെ ഞാൻ ഉമ്മ കൊടുക്കാം. ചെവിന്റെ അവിടെ ഉമ്മ വെക്കല്ലേ. കുഞ്ഞുമക്കൾക്ക് ചെവിയിലിന്റെ അവിടെ ഉമ്മ കൊടുക്കരുത് കേട്ടോ. നമ്മുടെ കവളില്ലേ, കവള് മീൻസ് ഈ കവിളിന്റെ ഈ ചെവിന്റെ ആ ഭാഗമായിട്ട് ഉമ്മ കൊടുക്കരുത്. അപ്പൊ അവിടെയൊക്കെ ഉമ്മ വെച്ചാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുഞ്ഞിപ്പിള്ളേർക്ക് കേൾവി ശക്തിന്റെ ഒക്കെ ഇഷ്യൂ വരാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മള് അറിഞ്ഞ കേട്ടോ. സംഭവം എന്താ വെച്ചാല് നമ്മുടെ ചെവിന്റെ ഉള്ളിൽ ഇവിടെ ഏതോ ഒരു എല്ല് എന്തോ ഉണ്ട്. അപ്പം അതിന്റെ തേയ്മാനം സംഭവിക്കുകയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് കേൾവി ശക്തി ഗ്രാജുവലി കുറയും എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പൊ കുഞ്ഞുമക്കളുടെ ഇവിടെ ഇങ്ങനെ ഉമ്മയൊന്നും കൊടുക്കരുത് ചെവിന്റെ സൈഡിലൊന്നും. അപ്പൊ നമ്മൾ കുഞ്ഞുമക്കളെ കവിളിൽ വല്ലാണ്ട് ഉമ്മ നോക്കൂല്ലേ. അപ്പം ചില ആൾക്കാർ കയറ്റി ചെവിനെ അങ്ങോട്ടേക്ക് ഉമ്മ കൊടുക്കും. അങ്ങോട്ടേക്ക് ഉമ്മ കൊടുക്കരുത്, അത് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പൊ ഞങ്ങൾ കണ്ടിരുന്ന എന്തായാലും ഇവിടെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുഞ്ഞിപ്പെണ്ണിനെ വെറുപ്പിച്ച് കൈ കൊടുക്കും കേട്ടോ. അവള് ഇടയ്ക്കിടയ്ക്ക് എണീച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് എണീക്കുമ്പോൾ എനിക്കിട്ട് ചവിട്ടാറുണ്ട്, പൊന്നിനെ ചവിട്ടാറുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് കുഞ്ഞിപ്പെണ്ണിന് തിരിച്ചുള്ള അടി കൊടുക്കുവാണ്. ഇന്ന് സ്നേഹിച്ച് അങ്ങ് വെറുപ്പിച്ച് അങ്ങ് കൈ കൊടുക്കും. പാവം ബലിഷ്ടമായ കാലുകൾ. ബലിഷ്ടം എന്നൊന്നും പറയല്ലേ, അതെന്താ? അത് വേറെന്തോ വാക്കാ. ആണോ? എന്താ കാണിക്കുന്നേ അവള്? രണ്ട് ഇത് കേറുന്നില്ലല്ലോ, കേറുന്നില്ലല്ലോ, ഇത് വാതന്നെയല്ലേ. അപ്പൊ കൂട്ടുകാരെ കുഞ്ഞിപ്പെണ്ണിനെ നമ്മൾ രണ്ടുപേരൂടെ ഇന്ന് മൃഗങ്ങളുടെ ഒച്ചകളൊക്കെ കേൾപ്പിക്കും. അപ്പൊ കുഞ്ഞിപ്പെണ്ണ് ആരുടെ ഒച്ചയാണ് ഐഡന്റിഫൈ ചെയ്യാൻ നോക്കാം കേട്ടോ. അതായത് പട്ടീന്റെ പൂച്ചേന്റെ ഒച്ചകളൊക്കെ ഉണ്ടാക്കും, ഞാനും ഉണ്ടാക്കും, പൊന്നും ഉണ്ടാക്കും. അപ്പൊ ആരുടെയാണ് കുഞ്ഞിപ്പെണ്ണ് നോക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നീ തുടങ്ങിക്കോ. ആ, പട്ടീനെ ഒച്ചയോ? ഇതെന്തോന്ന് പട്ടി നീന്തിക്കുന്നത്? അങ്ങനെയല്ല പട്ടി. അടുത്ത പൂച്ച. അടുത്ത കോഴി. അപ്പൊ പൂച്ചേനെ കുറച്ച് ഇഷ്ടം വന്നിട്ടുണ്ട്. പേടിച്ചോ? അപ്പൊ കോഴിയും കുഴപ്പമില്ല. അടുത്തതെന്താ? പശു. നാട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ കേക്കണ്ടേ? അതെ, പശു. അതെ, നാട്ടിൽ വരുമ്പോ ഇതൊക്കെ കേൾക്കണല്ലോ. ഇപ്പളെ ട്രെയിനിങ് കൊടുക്കാം. പിച്ചക്കാര് പറയുന്നുണ്ടല്ലോ. പശു ഇഷ്ടപ്പെടില്ല. പിച്ചക്കാരൊന്നും പെണ്ണ് എണീച്ച് പോവാ. ഞാൻ പശുവിന് ആസ്മ വന്ന പോലെ എണീച്ച് പോവാ, രക്ഷപ്പെടാൻ വേണ്ടി പോവാ. നമ്മുടെ നാട്ടിൽ കേട്ട് വരുന്ന അടുത്ത പക്ഷീന്റെ പേരെന്താ? കുയിൽ. കേട്ടോ, കുയിൽ. ആ, കാക്ക പൊന്നു പറഞ്ഞോ. നീ പറ. കാക്ക എങ്ങനെ അറിയുന്നേ? ഇല്ല മോളെ, ഒന്നുമില്ല, അതാണ് കാക്ക. മനസ്സിലായോ? അല്ലെ നമ്മുടെ നാട്ടിൽ വരുമ്പോഴേ എല്ലാത്തിനും കൂടെ ഒച്ച പെട്ടെന്ന് കേൾക്കുമ്പോ പേടിയായി പോവും. ആട്ടുംകുട്ടി. ആട്ടുംകുട്ടി. ആട് മാന്ന് അറിയുന്ന. ഇതെന്താ ജലദോഷം ഒന്നും ആട് കറിയുന്ന പോലെ ഉണ്ട്. ശരിക്കും കറിയ ആട് കറിയുന്നേ? ഇതെന്താടി? എനിക്ക് വരുന്നില്ല കരയണ്ട മോളെ, കരയണ്ട. ആ, മുട്ട. കറക്റ്റാ, ഇവൻ ആടിന്റെ കൂടെ ആയിരുന്നു തോന്നണു. അത് ഇത്ര നാളിപ്പോ 3-4 കൊല്ലായല്ലോ ആടിന്റെ കൂടെ. കേക്ക് അടിക്കും അവള്. ഒന്ന് പോടാന്ന് പറഞ്ഞ നോക്ക. അമ്മ കോഴി. ഇങ്ങനെയാണ് പട്ടി മണക്കം. അപ്പൊ വീട്ടില് നമുക്ക് പട്ടിയുണ്ട്. അപ്പം എന്തായാലും സ്കൈ ബേബി വരുമ്പോ സ്കൈ ബേബിന്റെ അടുത്ത് വരും.
അപ്പൊ ഇപ്പോഴേ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അതിനെപ്പറ്റി ഓർത്തൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിർത്തിയിട്ട് പോടാ പറയുന്നത്. അപ്പൊ കൂട്ടുകാരെ, നമ്മളപ്പോ കുഞ്ഞിപ്പെണ്ണിന് കൊടുക്കേണ്ട ബേസിക് ട്രെയിനിങ്സ് ഒക്കെ നമ്മളിപ്പോ കൊടുത്തു നമ്മൾ വിശ്വസിക്കുന്നു. നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇത്രത്തോളം ട്രെയിനിങ്സ് എങ്കിലും കുഞ്ഞിപ്പെണ്ണ് വേണം. അല്ലെങ്കിൽ കുഞ്ഞിപ്പെണ്ണ് പെട്ടെന്ന് അങ്ങനെ ഒച്ച കേൾക്കുമ്പോൾ കുഞ്ഞിപ്പെണ്ണി ചിലപ്പോൾ ഞെട്ടിപ്പോവാനും പേടിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാനും പൊന്നും ഇനി കുഞ്ഞിപ്പെണ്ണിന് ഇങ്ങനെയുള്ള ഒച്ചകളൊക്കെ കേൾപ്പിക്കണം. അപ്പൊ നമുക്ക് സ്കൈ ബേബിയോട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ട്രെയിനിങ് ഫീഡ്ബാക്ക് ചോദിച്ചു നോക്കാം. സ്കൈ, താങ്കൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ അപ്പയുടെയും അമ്മയുടെയും ട്രെയിനിങ്? ബേസിക് സ്കിൽ, ബേസിക് ട്രെയിൻ, അത് മതി. ബേസിക് ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു പറയൂ. ഓക്കെ. എന്നിട്ട് ഏത് ഭാഗം ഏറ്റവും ഇഷ്ടപ്പെട്ടെ? ഏതാണ് സാധനം? കോഴി. മൈക്ക് വെച്ചെടുക്കണ കൊച്ചു പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇവളിങ്ങനെ ആയിരിക്കും കേട്ടോ. മൈക്ക് സ്റ്റേജിൽ പോയിട്ട് മൈക്കൊക്കെ കിട്ടിയാൽ പിന്നെ വീട്ടിലായിരിക്കും. കുഞ്ഞു അങ്ങനെയായിരുന്നു പണ്ട്. സ്റ്റേജിൽ കയറി പാട്ട് കാണാൻ വിളിച്ചാൽ പിന്നെ പാട്ട് പാടി തീർന്നാൻ ഇറങ്ങൂല, പിന്നെ പാടണായിരുന്നു. ആരാന്നിപ്പോ മനസ്സിലായില്ലേ? നീ ഇനി മെച്ചപ്പെട്ടിരുന്ന കാര്യം കിട്ടും. അപ്പൊ അത്രോളം കൂടുതൽ വിശേഷം മറ്റു നാളെ കാണാം. തീർന്നില്ലേ?